ഈ തുഷാർ ഗാന്ധി ഈ RSSനെ അതിനിശ്ചിതമായി വിമർശിക്കുമ്പോൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ നിൽക്കുന്നില്ലേ? RSS വിഷമയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരെ അനുകൂലിച്ചാണോ നിൽക്കുന്നത് അവരിലുള്ള വിഷം തമസ്കരിക്കുകയല്ലേ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശൻ RSSൻ്റെ ശാഖയിൽ പോയിട്ടുള്ള ആളാണ്. ശാഖയിൽ പോയിരുന്നുകൊണ്ട് ഈ ശാഖയിലെ ആളുകൾ കാണിക്കുന്ന അച്ചടക്കം, അതുപോലെ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഒരാശങ്കയും തോന്നുന്നില്ല, നല്ല ആത്മവിശ്വാസം തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ മഹാത്മാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായിരുന്ന ജവഹർലാൽ നെഹ്റു RSSനെ ഒരു റിപ്പബ്ലിക് ദിന പരേഡിലെ പട്ടാളക്കാരോടൊപ്പം മാർച്ച് ചെയ്ത് നടക്കാൻ വേണ്ടി ക്ഷണിച്ചു. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് വിമോചന കാലത്ത് RSSനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുക്തി ബാഹിനി എന്ന് പറയുന്ന സംഘടനയുടെ ആവിഷ്കരണം നടത്തിയത്. മുക്തി ബാഹിനിയുടെ പിന്തുണയോടുകൂടിയാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശിനെ ടിക്കാക്കാൻ്റെ പീഡനങ്ങളിൽ നിന്നും നമ്മൾ മോചിപ്പിച്ചത്. അവിടെ സ്വന്തം രക്തം മാത്രമല്ല ജീവനും കൊടുത്ത് ബലിതർപ്പണം ചെയ്തവരാണ്, ബലിദാനികളാണ് RSSകാർ. ഈ വിവരങ്ങളൊന്നും തുഷാർ ഗാന്ധിക്ക് ഒരു പക്ഷേ പിടികിട്ടിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. പക്ഷെ വേണ്ട, കാണണ്ട, ചരിത്രത്തിലേക്ക് പോകണ്ട, വർത്തമാനത്തിലേക്ക് വരാം. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ട്. കേരളത്തിൻ്റെ ഭാഗമല്ല, പക്ഷെ കേരളത്തിൻ്റെ തീരത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് വളരെ അകലെയല്ലാതെ കഴിയുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയില്ല. ഒരുപാട് ദ്വീപുകളുണ്ട്, കവറത്തി, ബംഗാരം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരൊറ്റ ദ്വീപിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയില്ല. ഇന്ത്യയുടെ ഭാഗം തന്നെയാണത്. രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഒറ്റ പ്രതിമയില്ലാത്ത ഒരേ ഒരു യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്. അവിടെ RSSൻ്റെ ഏതെങ്കിലും ഒരു ശാഖ ഉള്ളതായിട്ട് എനിക്കിതുവരെ അറിയില്ല, ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ RSSൻ്റെ ശാഖയിൽ പോയ ആളുമല്ല, അതുകൊണ്ട് എനിക്ക് അവരുടെ ശാഖകൾ എവിടെയെല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട്? തുഷാർ ഗാന്ധി ഒന്ന് അന്വേഷിക്കണമത് എന്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ആദിശങ്കരനെക്കുറിച്ച് നിങ്ങളൊന്നും ദോഷം പറഞ്ഞിട്ടില്ലല്ലോ. ആദിശങ്കരൻ ബൂർഷ്വയാണെന്നോ മൂരാച്ചിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ. RSSകാരനാണെന്നും പറയാൻ സാധ്യതയില്ലല്ലോ. കാരണം 1900-ന് ശേഷം വന്ന ഒരു സംഘടനയാണ് RSS. ഇത് 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചിരുന്ന എന്ന് കരുതപ്പെടുന്ന, കൃത്യമായ തെളിവില്ല, ഒരു വ്യക്തിയാണ് ആദിശങ്കരൻ. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ജ്ഞാനപീഠം കയറിയ, കാശ്മീരിൽ പോയിട്ട് ശങ്കരഗിരി സ്ഥാപിച്ച, ആ ഗിരിസംഘത്തിൽ ഇപ്പോഴും ആ ശങ്കര മന്ത്രങ്ങളും ശങ്കര വിജയത്തിൻ്റെ മന്ത്രങ്ങളും ഒക്കെ ഇപ്പോഴും ഉയരും. കാശ്മീർ ശ്രീനഗറിലേക്ക് നമ്മൾ ആദ്യം പോയാൽ അവിടെ നിന്നുള്ള ശങ്കരാർച്ചനകളാണ് നമ്മൾ കേൾക്കുന്നത്. ശങ്കരൻ എഴുതിയ കൃതികളിൽ നിന്നുള്ള കീർത്തനങ്ങളാണ് വളരെ മനോഹരമായ ശബ്ദത്തിൽ നമ്മളിപ്പോഴും കേൾക്കുന്നത്. ആ ആദിശങ്കരൻ കാലടിപ്പുഴയുടെ തീരത്ത് ആണ് ജനിച്ചത്. 8 വയസ്സായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഗോവിന്ദ തീർത്ഥപാദരെ നർമ്മദാ തീരത്ത് പോയി കണ്ട് ശിഷ്യപ്പെട്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് അദ്വൈതത്തിൻ്റെ, സനാതനത്വത്തിൻ്റെ, അതുപോലെ തന്നെ ബഹുസ്വരതയുടെ, മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള, ജാതി മതം ഇതൊന്നുമില്ല, ഒരേ കടലിലേക്കൊഴുകുന്ന നദികളാണ് എല്ലാ മതങ്ങളും എന്ന അർത്ഥം. ഒന്നും മതങ്ങളൊന്നുമില്ല, ഹിന്ദുമതം മാത്രമേ ഉള്ളൂ. എല്ലാ ജാതികളും എന്നേ പഠിപ്പിക്കാൻ പറ്റുമോ? ജാതികളുണ്ട്. ആ ജാതികളും ബ്രാഹ്മണനും നായാടിയും തമ്മിലൊരു വ്യത്യാസവുമില്ലെന്ന് നമ്മെ പഠിപ്പിച്ച ആ ആദിശങ്കരൻ്റെ ജന്മസ്ഥലത്തിന് വളരെ അടുത്തായിട്ടുള്ള കാലടിയിൽ ഒരു ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഉണ്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി. അവിടെ ഒരു ശങ്കര സ്തൂപമുണ്ട്. സത്യമാണ്. ആദിശങ്കരാചാര്യരുടെ ഒരു പ്രതിമ അവിടെ ഇല്ലല്ലോ. ആരാ സ്ഥാപിക്കാൻ വിസമ്മതിക്കുന്നത്? ഇവിടുത്തെ RSSകാരാണോ? ആദിശങ്കരൻ എന്നാണ് പറയുന്നത്. ഒരു 2ാം ശങ്കരൻ കേരളത്തിൽ പിന്നെ ഉണ്ടായി. അതാണ് EMS ശങ്കുരൻ നമ്പൂതിരിപ്പാട്. EMSൻ്റെ പ്രതിമ ധാരാളമായിട്ടുണ്ട്.
കേരളത്തിലെല്ലായിടത്തും ഉണ്ട്, ഡൽഹിയിലുമുണ്ട്, AKG ഭവൻ്റെ മുമ്പിൽ. എന്തുകൊണ്ടാണ് ആദിശങ്കരൻ്റെ ഒരു പ്രതിമ ഇല്ലാതെ പോയത്? ഇന്ത്യയിൽ പലയിടത്തുമുണ്ട് ആദിശങ്കരൻ്റെ പ്രതിമ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള കേരളത്തിലില്ല. കേരളത്തിൽ അദ്ദേഹം ജനിച്ച സ്ഥലത്തില്ല. അതെന്തുകൊണ്ടാണ്? RSS ആണോ അതിനെതിരായിട്ട് നിൽക്കുന്നത്? അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ, ആ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഭാഗവതം എല്ലാവരും പാരായണം ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സർവകലാശാല നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. വളരെ കഴിവുള്ള ഓഫീസറായിട്ടുള്ള K. ജയകുമാർ IAS അദ്ദേഹമായിരുന്നു ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ. അദ്ദേഹം മുതൽ MT ഉണ്ടായിരുന്നു അവിടെ, തുഞ്ചൻ സ്മാരക സമിതി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അധ്യക്ഷനായി ഏറെക്കാലമായിരുന്നു ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള MT വാസു എന്നയാൾ. ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഇവർക്ക് ആർക്കും താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നടപ്പാക്കാൻ പറ്റില്ലായിരുന്നു. ആരാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത്? RSS ആണോ? RSS ആണോ? പറയൂ. തുഞ്ചൻ്റെ പ്രതിമ ഇവിടെ ഉണ്ടാവുന്നതിൽ എന്തെങ്കിലും എതിർപ്പ് RSSനുണ്ടോ? ഇന്ത്യയിലെമ്പാടും RSSൻ്റെ ശക്തി കേന്ദ്രങ്ങളിലും ഗാന്ധിയുടെ പ്രതിമയുണ്ടല്ലോ. അവിടെ ഏതെങ്കിലും തരത്തിൽ ആ പ്രതിമകളെ ഹനിച്ചിട്ടുണ്ടോ RSS? എന്തെങ്കിലും ഒരു പോറലേൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കേസിൽ കുടുക്കിയില്ലേ സുപ്രീം കോടതി? ശിക്ഷിച്ചില്ലേ? ഇപ്പോഴും പിന്നെയും നിങ്ങൾ മഹാത്മാഗാന്ധി ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നടന്ന വിഭജനത്തിലെ കൊലകൾ, അതിനു മൂലം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നടന്ന കൊലകൾ, കാശ്മീരിൽ നടന്ന കൊലകൾ, കേരളത്തിൽ നടന്ന കൊലകൾ, തലശ്ശേരിയിൽ നടന്ന കൊലകൾ, മാപ്പിള ലഹള എന്നുള്ള പേരിൽ നടന്ന കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നടക്കുന്ന മതാടിസ്ഥാനത്തിലുള്ള വിചാരണകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കപ്പെടുന്ന ശിക്ഷകൾ, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധറില്ല. കൈവട്ട് ഇതൊക്കെ മറന്നുപോയി. ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു. മേധാക്ഷയമാണ് അക്കാര്യത്തിൽ. പഴയ ഒരൊറ്റ കാര്യമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വധിച്ചു. ഈ ഗോഡ്സെ RSS ആണ് നിങ്ങൾക്ക്. അത് മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. കോടതി പറഞ്ഞാലും ചരിത്രം പറഞ്ഞാലും ചരിത്രം തിരുത്തി കഴിഞ്ഞു. അത് ഗോഡ്സെ എന്ന് പറയുന്നത് RSSൻ്റെ ആളായിരുന്നില്ല എന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഭഗത് സിംഗ് അതേസമയം RSSൻ്റെ ഭാഗമായിരുന്നു. ഭഗത് സിംഗിനെ സഹായിച്ചത് RSSൻ്റെ അന്നത്തെ നേതാക്കളായിരുന്നു. അത് നിങ്ങൾ പറയില്ല. RSS ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നത് നിങ്ങളാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നത് നിങ്ങളാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കോമാളി എന്ന് വിളിച്ചതും അവരാണ്. റഷ്യക്കെതിരെ അദ്ദേഹം തിരിഞ്ഞപ്പോൾ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഏതാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുള്ള രാജ്യങ്ങളോടാണ് താല്പര്യം. ആർക്ക്? CPMന്. കോൺഗ്രസിന് താല്പര്യം ആരാടാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബത്തിനോടാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് താല്പര്യം എന്തിനാണ്? അവരുടെ മതത്തോടാണ്. അവരുടെ ആരാധനാക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരാചാരങ്ങളും സമ്മതിക്കില്ല. അതാണ് പ്രതിമ നിർമ്മാണം. പ്രതിമയെ ആരാധിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിമ വേണ്ട. നല്ല മതേതരത്വം കേട്ടോ. ഇതാണ് മതേതരത്വം എന്ന് പറയുന്നത്. വലിയ മതേതരത്വം, ബഹുസ്വരത, ഇതാണ്. അതുപോലെ തന്നെ സഹിഷ്ണുത, ഇതൊക്കെയാണ്. ബാക്കിയെല്ലാം അവരുടെ ആചാരങ്ങളുമെല്ലാം നമ്മൾ സഹിച്ചു കൊള്ളണം. ഒരു കുഴപ്പവുമില്ല. അതാണ് ഇവിടെ പ്രശ്നം. യഥാർത്ഥ മതസ്വാതന്ത്ര്യം ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ തുഷാർ ഗാന്ധിയെ പോലുള്ളവർക്ക് പ്രശ്നമാണ്. എന്താണ്? രാഹുൽ ഗാന്ധിയെ തള്ളിക്കയറ്റി ഹിന്ദിക്കയറ്റും സിന്ധിക്കയറ്റും കയറ്റിയ വഞ്ചക മുഖ്യ എന്ന് അച്യുതമേനോനെ പറ്റി പണ്ട് CPM പാടിയ പോലെ ഉന്തിക്കയറ്റണം രാഹുൽ ഗാന്ധിയെ. അതിന് ജോർജ് സോറോസ് ഉണ്ട്, ഹിൻഡൻബർഗ് ഉണ്ട്, അങ്ങനെ പലരും ഉണ്ട്. പക്ഷേ ഇവരെല്ലാം കൂടി ഉന്തിക്കയറ്റിയിട്ടും അദ്ദേഹം ഉന്തുവണ്ടിയിലേക്ക് കയറുന്നില്ല. കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗയ്ക്ക് RSSനെ 10 തെറി പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് ശിവഗിരി കുന്നിൽ അവിടെയും ചിലരുണ്ട്, സന്യാസിമാരുണ്ട്. CPMൻ്റെ ചട്ടുകങ്ങളായിട്ട് വർത്തിക്കുന്ന, മുഖ്യമന്ത്രിയുടെ ചട്ടുകങ്ങളായിട്ട് വർത്തിക്കുന്ന സന്യാസിമാർ. അങ്ങനെയുള്ള സ്വാമിമാരുടെ ഒക്കെ ആശീർവാദങ്ങളുമുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. നിങ്ങളിവിടുത്തെ എത്ര പ്രതിനിധികളെ പിടിച്ച് ജയിലിലിട്ടാലും ശരി, ഈ പറയുന്ന എന്നെ പിടിച്ച് ജയിലിലിട്ടാലും ശരി, നിങ്ങളുടെ ലക്ഷ്യം നടക്കുകയില്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്നവരുടെ താല്പര്യം ഈ രാജ്യത്തോടാണ്, അവരുടെ കൂർ ഈ രാജ്യത്തോടാണ്. അതുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഭീകരവാദികൾക്ക് ഇപ്പോൾ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാത്തതുപോലെ നിങ്ങളുടെ
ലക്ഷ്യം സാധിക്കാൻ പോകുന്നില്ല എന്ന് തുഷാർ ഗാന്ധിയുടെ ക്രിസ്തുവിനൊരു അന്തിക്രിസ്തു ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് മഹാത്മാഗാന്ധിക്ക് 2 ഗാന്ധികളാണ് അന്തിക്രിസ്തുമാരായിട്ട്. ഒന്ന് രാഹുൽ ഗാന്ധിയും മറ്റേത് ഈ തുഷാർ ഗാന്ധി എന്നേ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.